ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് വിസ്മി എന്ന് പറഞ്ഞ സ്മാർട്ട് വാച്ചിൻ്റെ അൾട്രാ സീരീസ് വരുന്ന അൾട്രാ 3 എന്നാണ് അവർ പറയുന്നത്. WS-X19 അൾട്രാ 3 എന്ന് പറയുന്ന സീരീസിൽ വരുന്ന സ്മാർട്ട് വാച്ചിൻ്റെ റിവ്യൂ എല്ലാം ഏകദേശം കഴിഞ്ഞതാണ്. ഈ ഒരു വീഡിയോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് മൊബൈലുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. അതുമാത്രമല്ല വാൾപേപ്പർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക, ഫോട്ടോ എങ്ങനെ വെക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസാണ് ഇന്നത്തെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ ഇതാ QR കോഡ് നമുക്ക് സ്കാൻ ചെയ്യണം. അപ്പോൾ ഇതാ QR കോഡ് സ്കാൻ ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ബാക്കി ഇതിലേക്ക് പോകേണ്ടത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാകും, ഫ്രീ ഫിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ശേഷം വാച്ചുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ സുഹൃത്തുക്കൾ, നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ബാറ്ററി വളരെ കുറവാണ്, അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ നമുക്കെല്ലാം ചെയ്യണം. ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ബ്ലൂടൂത്ത് മൊബൈലിൽ സെർച്ച് ചെയ്തിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പോവുകയാണ്. അതിനുശേഷം ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ബ്ലൂടൂത്ത് പെട്ടെന്ന് തന്നെ പെയറായിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇത് നമ്മൾ കണക്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷനിൽ പോയിട്ട് നമുക്ക് നോക്കണം എങ്ങനെയാണ് ഇത് കണക്റ്റ് ആവുക എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ബ്ലൂടൂത്ത് കണക്റ്റ് ആയിട്ടുണ്ട്. ആ ഒരു ഇതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇനി പോകുന്നത് ആപ്ലിക്കേഷൻ എവിടെയാണ് ഡൗൺലോഡ് ആയിട്ടുള്ളതെന്നാണ്. ഇതെവിടെ ഉണ്ട്, ഇത് ഞാൻ ടച്ച് ചെയ്ത് ഓൺ ആക്കിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അങ്ങനെ ഇവിടെ പെർമിഷൻ ചോദിക്കുന്നതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ ഒരു ഇതാണ് വന്നിട്ടുള്ളത്, ഫിറ്റ്നസിൻ്റെത്. ഇതും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ നൗ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊരു ഇമെയിൽ അഡ്രസ്സാണ് ചോദിക്കുന്നതെന്ന് തോന്നുന്നു. ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഗൂഗിൾ വഴി കൊടുക്കുക, അതാണ് നല്ലത്. ഓക്കെ, അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ സ്കിപ്പ് അടിച്ച് നോക്കണം. സ്കിപ്പ് അടിച്ച് കണ്ടാൽ ഇത് എവിടേക്കാണ് പോകുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, സ്കിപ്പ് അടിച്ചപ്പോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതാ അവിടെ ഗൂഗിൾ ലൊക്കേഷൻ ഓണാക്കി കൊടുക്കണം. അങ്ങനെ ലൊക്കേഷൻ നമ്മൾ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം ബാക്ക് അടിച്ച് പോവാണ്. എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഡൗൺ കൊടുത്തതിന് ശേഷം കൺഫേം ആക്കിയതിന് ശേഷം അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരെ നോക്കി നോക്കാം ഇനി. അപ്പോൾ നമുക്കിതിൽ വേറെ കുറേ സോഫ്റ്റ്വെയറുകളുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഓൺ ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ അതൊന്നും ഓൺ ആയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതാ വേറെ RD ഫിറ്റ് ഉണ്ട്, അതുപോലെ ടോയോ ഫിറ്റ് ഉണ്ട്. പിന്നെ അതിന് ശേഷം ഇതാ ഫിറ്റ് ക്രോം പ്രോ എന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ സോഫ്റ്റ്വെയർ ഫ്രീ ഫിറ്റ്. ഇത് ഓണാക്കി കൊടുക്കുക. ഓക്കെ, അത് ഓണാക്കിയതിന് ശേഷം നമ്മൾ ബാക്ക് വന്നിട്ട് അതിന് ശേഷം നമുക്കിവിടെ സെർച്ച് ചെയ്യാണ്ട് കേട്ടോ. സെർച്ച് ചെയ്തിട്ടാണ് അതിൻ്റെ ആ ഒരു ഇതിലേക്ക് പോകേണ്ടത്. ഇതൊക്കെ ഫിറ്റ്നസ് പരമായി ഇത് മെയിൻ ഹോം പേജാണ്. ഇത് ഫിറ്റ്നസിൻ്റെതെല്ലാം ഇതാക്കാനുള്ളത്. ഇവിടെയും അത് തന്നെ സംഭവം. ഇതിൽ വരുന്നു, ഇവിടെ കുറേപാട് ഗെയിമും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഇതിൽ വന്നതിന് ശേഷമാണ് നമ്മളെ ട്രാക്ക് ഫിറ്റ് ട്രാക്കിൻ്റെ ആ ഒരു ഓപ്ഷനിലേക്ക് പോകാനുള്ളതാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് വാച്ച് നമുക്ക് സ്കാൻ ചെയ്യാനുള്ളതാണ് തോന്നുന്നത്. നോക്കി നോക്കാം നമുക്ക്. ഓക്കെ സുഹൃത്തുക്കൾ, അങ്ങനെ നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ പോയിട്ടുണ്ട്. ഈ ഓപ്ഷനിൽ പോയി കണ്ടാലാണ് നമുക്കത് സെർച്ച് ചെയ്ത് കണക്ട് ചെയ്യാനുള്ള കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ QR കോഡാണ് ഇനി എടുക്കേണ്ടത്. അല്ലാണ്ട് തന്നെ ഇവിടെ അൾട്രാ 2 എന്നുള്ളത് കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം. അത് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ QR കോഡ് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. സ്കാൻ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഇപ്പോൾ ഇതിൻ്റെ പെർമിഷനിൽ ചോദിക്കുന്നത് അതെല്ലാം ഡണ്ണ് കൊടുത്തതിന് ശേഷം 25% ബാറ്ററി ബാക്കപ്പ് ആ ഒരു ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണത് കണക്ട് ആയത്. നമുക്ക് ഫിൻ്റെ ഇതിൽ പോയി കണ്ടാൽ അത് വന്ന് ഓക്കെ, വാച്ച് എവിടെ മറന്നു വെച്ചെന്നുള്ള ആ ഒരു സംഭവം ഉള്ള ഓപ്ഷൻസാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം അപ്പോൾ നമുക്ക് വിചാരിക്കുന്നത് സാധനം കണക്റ്റ് ആയി എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഓണാക്കി കൊടുക്കുക. അലാറത്തിൻ്റെതാണ്. ഇതൊക്കെ ഉണ്ട്. നമുക്ക് മെയിനായിട്ട് ഇതിലേക്കല്ല പോകേണ്ടത്, അല്ല ഇതിലല്ല, ഒരു മിനിറ്റ്. ഡെയിലി ഇതിലാകുമ്പോൾ വേണ്ടി നമുക്ക് ഡെയിലി പോയി കണ്ടാലാണ് നമുക്ക് ഒരുപാട് വാൾപേപ്പറുകളെല്ലാം ഉണ്ടാവുക. നോക്കി നോക്കാം, പലതരം വാൾപേപ്പറുകളുണ്ട് കേട്ടോ. അതിൽ നമുക്ക് ഏതെങ്കിലും അടിപൊളി വാൾപേപ്പർ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കി നോക്കാം. ഒരുപാട് വാൾപേപ്പറുകളുണ്ട്. നല്ലൊരു മോഡലുള്ള നമുക്ക് ഒരെണ്ണം വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ.
അതിനുശേഷം ഫോട്ടോ സെറ്റ് ചെയ്ത് നമുക്ക് നോക്കി നോക്കാം. പിന്നെ ഈ ഒരു ബട്ടനാണ് സ്പോർട്സ് ബട്ടൺ എന്ന് പറഞ്ഞിട്ടാ. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ടാൽ നമുക്ക് നോക്കി നോക്കാം. ഈ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ഇതാ സ്പോർട്സിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉള്ളത് കേട്ടോ, ഒരുപാട് ഐറ്റംസ് ഉള്ളത് കണ്ടില്ലേ. ഇത്രയും ഇതാണ് വരുന്നത് സ്പോർട്സ് ബട്ടൺ, ഇതാണ് വരുന്നത്. അതിനുശേഷം നമുക്ക് ഓക്കെ നോക്കി നോക്കാം ബാക്കി. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഈ ഒരു വാൾപേപ്പറാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ സുഹൃത്തുക്കളെ ഇത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡൗൺലോഡ് ആവുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആവുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ തന്നെ ആവുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം. അയ്യോ അടിപൊളി, സൂപ്പർ, ഒരു രക്ഷയില്ലാത്ത വാൾപേപ്പർ കേട്ടോ. ഇത് കുഴപ്പമില്ലല്ലോ അല്ലേ, നല്ലൊരു ലുക്ക് ഉണ്ടല്ലോ അല്ലേ. ക്ലോക്കും പിന്നെ നമുക്ക് കലർ ചെയ്തതും സ്റ്റെപ്പും അതെല്ലാം വരുന്ന, അതിൻ്റെ ഉള്ളിൽ സ്റ്റാറെല്ലാം ഉണ്ട് കേട്ടോ. ഇതിൽ കാണുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ഞാൻ അതിൻ്റെ ബ്രൈറ്റ്നസ് കുറവാക്കിയിട്ട് വെച്ചില്ല, ചാർജ് ഇല്ലാത്ത കാരണം. പിന്നെ നല്ല രണ്ടും കൂടിയിട്ടുള്ള ടൈപ്പില്ല കേട്ടോ, നല്ലൊരു വാൾപേപ്പർ. ഇതിന് ശേഷം നമുക്ക് പോകാനുള്ളത് നമ്മളെ ഫോട്ടോ വെക്കണമല്ലോ. ഫോട്ടോ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓരോ ഓപ്ഷനിലേക്കാണ് പോകേണ്ടത്. അതിന് പോയതിന് ശേഷം ഇത് അവിടെ സെറ്റ് പിക്ചർന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ പെർമിഷനുകളെല്ലാം ചോദിക്കുന്നതെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഒരു പിക്ചർ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യട്ടോ. ഞാൻ നല്ലൊരു പിക്ചർ നോക്കട്ടെ, എന്നിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. നേരെ ഗാലറിക്കാണ് പോയിട്ടുള്ളത്. അങ്ങനെ സുഹൃത്തുക്കളെ ഇത് നമുക്കിതാ ഈ ഒരു പിക്ചറിൽ ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കിയൊക്കെ ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കട്ടെ. എങ്ങനെ എത്ര രീതിക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ ക്രോപ്പ് ചെയ്യുക. അല്ല, ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതാ ഇവിടെ സേവ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവുമെന്നുള്ളത് നോക്കി നോക്കാം. പിന്നെ അടിപൊളി, ഇവിടെ നമുക്ക് കണക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മളെ ബാറ്ററി കുറവട്ടാ. ഇതിൽ നമുക്ക് ടൈമിങ്ങിൻ്റെ കളർ നമുക്ക് മാറ്റാനുള്ള ആ ഒരു ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഇത് നമുക്കിങ്ങനെ പ്രസ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളിതപ്പോൾ ഈ ഒരു അക്ക നമ്മളെ മുഖത്തൊക്കെ ആയിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ഇതിൽ പ്രസ് ചെയ്യുന്നുണ്ടാൽ കണ്ടില്ല, കുറച്ചുകൂടി മേലേക്ക് നിന്നിട്ടുണ്ട്. ഇതിൽ പ്രസ് ചെയ്യുന്നുണ്ടാൽ ഇതാ സെൻട്രലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നമുക്കത് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് അതിനെ മാറ്റി വെക്കാം. പിന്നെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. അങ്ങനെ ആ ഒരു ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത്. റെഡ് വേണമെങ്കിൽ റെഡ് കൊടുക്കുക. അങ്ങനെ പല ടൈപ്പിൽ. പിന്നെ അത് കൂടാണ്ട് ഇതിൽ പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കളറുകളെല്ലാം കിട്ടും കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളിതാ ഈ ഒരു ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. റെഡ് കളറാണ് കൊടുത്തിട്ടുള്ളത്. ബ്ലൂവും കൊടുത്ത് നോക്കിയിട്ടുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ വൈറ്റും കൊടുക്കട്ടെ. നമ്മളിപ്പോൾ കൊടുത്തത് റെഡാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഇതവിടെ സേവ് കൊടുക്കുകയാണ് ചെയ്യുക. സേവ് കൊടുക്കുമ്പോൾ ഡൗൺലോഡ് ആവുമോ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. എന്താണെന്നറിയില്ലല്ലോ. ബാറ്ററി ലോ ആട്ടാ. ബാറ്ററി മൊബൈലിൽ ഇതിൽ ബാറ്ററി വളരെ പെർസെൻറ്റേജ് കുറവാണ്. ആ ഒരു പ്രശ്നം കൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ആവുന്നത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ സുഹൃത്തുക്കളെ ഫോട്ടോ വെക്കണത് ഇപ്പോൾ നിങ്ങൾ ഏകദേശം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയാണ് ഫോട്ടോ വെക്കണം എന്നുള്ളത്. നമ്മൾ ഫോട്ടോ അതിലാവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബാറ്ററി കുറവാട്ടാ. 25% ബാറ്ററി അതിലും താഴായിട്ടുണ്ട്. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം ബാറ്ററി കുറവാണ്. അതുകൊണ്ട് ഡൗൺലോഡ് ആവുന്നില്ല. നമ്മൾ വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാൾപേപ്പറാണ് ചെയ്തത്. ഫോട്ടോ സെറ്റ് ചെയ്യണത് അങ്ങനെയായിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ. പിന്നെ സുഹൃത്തുക്കളെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ അവിടെ ചാർജിങ്ങിന് ഇട്ടിരിക്കായിരുന്നു. ഇത് ചാർജറില്ല. ചാർജ് ചെയ്താൽ അപ്പം 36%, 36% ചാർജിങ്. ഇതിലും അതേപോലെ ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലൈറ്റ് കത്തുന്ന കാണാം. ഇത് നമുക്ക് എടുത്തുന്നുണ്ടെങ്കിൽ അപ്പോൾ ബ്ലൂ കളറായി മാറും കേട്ടോ. നോക്കി നോക്കാം. ഇവിടെ ആയിവാ, ഇത് ബ്ലൂ കളറായിട്ടുണ്ട്. അതേപോലെ ഇത് എടുത്തുന്നുണ്ടാലും ബ്ലൂ കളറായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതാണ് സംഭവം. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ് കാണിച്ചു തരാം. ഒരു പാട്ടെല്ലാം ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ അതും നമുക്ക് നോക്കി നോക്കാം. അങ്ങനെ സുഹൃത്തുക്കളെ ഇതാണ് എൻ്റെ ബ്ലൂടൂത്ത് വരുന്നത്. അത് നമ്മൾ പെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സുഹൃത്തുക്കളെ ഇതാണ് എൻ്റെ ബ്ലൂടൂത്ത് വരുന്നത്. നമ്മൾ പെയർ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കണക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ല. നോർമൽ ഇത് കേട്ടോ.
വലിയ ഗുമ്മെന്നൊന്നും പറയാനില്ല. നമുക്ക് സൗണ്ട് കൂട്ടി നോക്കട്ടെ. ഞാനിപ്പോൾ ഒരു പകുതി സൗണ്ടിലൊക്കെ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു നോർമൽ ഇടിയൊക്കെ ഉണ്ട്. വേറെ പാട്ട് വെച്ച് നോക്കാം നമുക്ക്. നല്ലൊരു ഗുമ്മ് റീമിക്സ് പാട്ട് വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും അങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, കുഴപ്പമില്ല, കുഴപ്പമില്ലാത്തൊരു ഇതൊക്കെ ഉണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്തിട്ട് ഒരു ഡി ജെ ഒക്കെ ഒന്ന് ഇതാക്കി നോക്കാം. ഡി ജെ സോങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡി ജെ വെച്ചിട്ടുണ്ടെന്നുണ്ടാലും അങ്ങനെയൊക്കെ തന്നെ നല്ലൊരു കുഴപ്പമില്ല. അത്ര ഇതൊന്നും കിട്ടണില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത സൗണ്ട്. ഓക്കെയാണ് സാധനം. ഓക്കെ.